നമസ്കാരം. ഇംഗ്ലണ്ടുമായുള്ള വൈറ്റ് ബോൾ പരമ്പരകൾ വിജയകരമായി പൂർത്തിയാക്കിയതോടെ ടീം ഇന്ത്യയുടെ അടുത്ത ദൗത്യം ICC ചാമ്പ്യൻസ് ട്രോഫിയാണ്. പാകിസ്ഥാനിലും UAE-യിലുമായിട്ടാണ് അടുത്ത ആഴ്ച ഏകദിന ഫോർമാറ്റിലുള്ള ടൂർണമെന്റിന് തുടക്കമാകുന്നത്. ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യയുടെ സ്ഥാനം. നിലവിലെ ചാമ്പ്യന്മാരും ബദ്ധവൈരികളുമായ പാകിസ്ഥാൻ, കരുത്തരായ ന്യൂസിലൻഡ്, ബംഗ്ലാദേശ് എന്നിവരാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. 20-ന് ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ പോരാട്ടം. ഗ്രൂപ്പ് ഘട്ടത്തിൽ വെറും 3 മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതിനാൽ തന്നെ ഓരോ മത്സരവും ഇന്ത്യക്ക് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ടീമിൽ വലിയ പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാൻ ഇടയില്ല ഇന്ത്യ. പരിക്കുകൾ പോലെ അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ല എങ്കിൽ എല്ലാ കളിയിലും ഒരേ ഇലവനെ തന്നെയാകും ഇന്ത്യ പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില താരങ്ങൾക്ക് സ്ഥിരമായി സൈഡ് ബെഞ്ചിൽ തന്നെയാകും സ്ഥാനം ലഭിക്കുക. ചില സൂപ്പർ താരങ്ങളും ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്ന് മറക്കാതിരിക്കുക. ഇന്ത്യയുടെ 11-ൽ അവസരം കിട്ടാതെ വാട്ടർ ബോയിയായി ഒതുക്കപ്പെടാനിടയുള്ള സൂപ്പർ താരങ്ങൾ ആരൊക്കെയാണെന്ന് ഈ ഒരു ഘട്ടത്തിൽ നോക്കാം. ഇടംലൈൻ അഗ്രസീവ് ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ ഋഷഭ് പന്താണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെ ആൾ. KL രാഹുലാണ് ടീമിലെ വിക്കറ്റ് കീപ്പർ. ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ രാഹുൽ ആയിരിക്കുമെന്ന് കോച്ച് ഗൗതം ഗംഭീറും തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇംഗ്ലണ്ടിനെതിരെ സമാപിച്ച ഏകദിന പരമ്പര 3-0 തൂത്തുവാരിയ ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇംഗ്ലണ്ടിനെതിരെ ഒരു ഏകദിനത്തിൽ പോലും ഋഷഭിനെ കളിപ്പിക്കാൻ ഗംഭീർ തയ്യാറായിരുന്നില്ല. ആദ്യ 2 മത്സരത്തിലും ജയിച്ച് ഇന്ത്യ പരമ്പര വരുതിയിലാക്കിയിട്ടും അപ്രസക്തമായ അവസാന ഏകദിനത്തിൽ അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിലും ഋഷഭ് അവസരം പ്രതീക്ഷിക്കേണ്ടതില്ല. 3 മത്സരത്തിലും രാഹുൽ തന്നെ ടീമിനായി വിക്കറ്റ് കാക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. രാഹുലിന് പരിക്കേൽക്കുകയാണെങ്കിൽ മാത്രമേ ഋഷഭിന് ഇനി അവസരം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം കഴിഞ്ഞ വർഷത്തെ T20 ലോകകപ്പിൽ മലയാളി താരം സഞ്ജു സാംസൺ എല്ലാ കളിയിലും വാട്ടർ ബോയിയായി ഒതുങ്ങിയതുപോലെ ഋഷഭ് പന്തിനും സൈഡിൽ ഇരിക്കേണ്ടതായി വരും. സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ വാട്ടർ ബോയിയായി ഒതുങ്ങേണ്ടി വരാനിടയുള്ള രണ്ടാമത്തെ ആൾ. ഏകദിന ഫോർമാറ്റിൽ വളരെ അപകടകാരിയായ റിസ്റ്റ് സ്പിന്നറാണ് അദ്ദേഹം. 2020 ജനുവരിക്ക് ശേഷം ഈ ഫോർമാറ്റിൽ കുൽദീപിന്റെ പ്രകടനവും വളരെ മികച്ചതാണ്. പക്ഷേ ഇതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ചാമ്പ്യൻസ് ട്രോഫി പ്ലേയിങ് ലെവലിൽ സ്ഥാനമുറപ്പില്ല. പരുക്കും വരുൺ ചക്രവർത്തി എന്ന പുതിയ തുറപ്പുചീട്ടിന്റെ വരവുമാണ് കുൽദീപിനെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. പരിക്കേറ്റ് മാസങ്ങളോളം പുറത്തിരുന്ന അദ്ദേഹം ഇംഗ്ലണ്ടുമായുള്ള കഴിഞ്ഞ ഏകദിന പരമ്പരയിലൂടെയാണ് ടീമിൽ മടങ്ങിയെത്തിയത്. പക്ഷേ തന്റെ പഴയ മാജിക്കൽ പ്രകടനം പുറത്തെടുക്കാൻ കുൽദീപിന് സാധിച്ചില്ല. ഈ പരമ്പരയിലെ രണ്ടാമത്തെ മത്സരത്തിൽ വരുണിനെ ഇന്ത്യ പരീക്ഷിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിനെതിരെ സമാപിച്ച T20 പരമ്പരയിൽ 14 വിക്കറ്റുകൾ പിഴുതതോടെയാണ് ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്ക് വരുണിന് വിലയിരുത്തുന്നത്. നിലവിലെ ഫോം പരിഗണിക്കുമ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ കുൽദീപിനേക്കാൾ മുൻതൂക്കം ലഭിക്കുക അദ്ദേഹത്തിന് തന്നെയാകും. മാത്രമല്ല കോച്ച് ഗൗതം ഗംഭീറിനും വരുണിനെ പ്രത്യേക താല്പര്യമുണ്ട്. പരിചയസമ്പന്നനായ ഫാസ്റ്റ് ബോളർ മുഹമ്മദ് ഷമിയാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ അവസരം കിട്ടാൻ ഇടയില്ലാത്ത മൂന്നാമത്തെ താരം. കുൽദീപ് യാദവിനെ പോലെ ഫോമും ഫിറ്റ്നസ് പ്രശ്നങ്ങളുമാണ് അദ്ദേഹത്തിന് വില്ലനാകുന്നത്. ഒരു വർഷത്തോളം പരിക്കേറ്റ് പുറത്തിരുന്ന ഷമി ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരയിലൂടെയാണ് തിരിച്ചെത്തിയത്. പക്ഷേ പഴയ ഷമിയുടെ നിഴൽ മാത്രമാണ് ഈ പരമ്പരയിൽ കണ്ടത്. പകരം ഹർഷ്ദീപ് സിംഗിനെയും ഹർഷിത് റാണയെയും ആകും പ്രധാന പേസർമാരായി ഗംഭീർ പരീക്ഷിക്കുക.